ഞാനിവിടെ ഇന്ന് സംസാരിക്കാനായിട്ട് വരാനുണ്ടായ കാരണം എൻ്റെ സഭ അധികാരികൾ ഈ പ്രത്യേകമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ സംസാരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയും എൻ്റെ തന്നെ ഉള്ളിൽ എനിക്ക് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടറുകയും നീറുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ സോളിഡാരിറ്റി, എൻ്റെ ശബ്ദം എത്ര ഫീബിളാണെങ്കിലും അത് സമൂഹത്തിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കാൻ വേണ്ടി ആണ് അതിന് കാരണഭൂതരായ എൻ്റെ മേലധികാരിയെയും മറ്റ് സിസ്റ്റേഴ്സിനെയും കൂടാതെ ഇതിൻ്റെ സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാചകമാണ് എനിക്കിന്ന് സുവിശേഷം തുറന്നപ്പോൾ കിട്ടിയത്. Those who are persecuted for the kingdom are blessed indeed. Blessed are those who are persecuted for the kingdom. ഇന്ന് ഈ രാജ്യത്ത് നമ്മളെയെല്ലാം ആഴത്തിൽ വേദനിപ്പിക്കുകയും ആഴത്തിൽ ആശങ്കഭരിതരാക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ജീവിത സമർപ്പണത്തിൻ്റെ മൂല്യവും ആ സമർപ്പണത്തിൻ്റെ വിലയും ആ വില കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം ഉത്ഭൂതമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റേതായ രീതിയിൽ വിചിന്തനം ചെയ്യാനാണ്, പ്രത്യക്ഷമായിട്ട് വിചിന്തനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രാർത്ഥനാഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ സമ്മേളനത്തിലേക്ക് വന്നത്. ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പത്രമാസികകളിൽ കൂടിയും മീഡിയയിൽ കൂടിയും നമുക്കറിയാം. എപ്പോഴും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ ദ സ്പോട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ 2 സഹോദരിമാർ ജയിലിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അവരെ എന്തിനാണ് അവിടെ എത്തിച്ചതെന്നുള്ളത്, അതിൻ്റെ പിന്നിലെ വികാരം എന്താണ്, അതിൻ്റെ പിന്നിലെ പൊളിറ്റിക്കലും വർഗീയമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളതും ആ തദ്ദേശീയപരമായിട്ടുമുള്ള കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കറിയാം. ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിനും അതിൻ്റേതായ ഇൻ്റർപ്രട്ടേഷൻ ഉണ്ട് അതിനെക്കുറിച്ച്. അത് പറയുകയല്ല ഇപ്പോഴെനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു വിരോധത്തോടു കൂടിയോ ഒരു സംഘടനയോടുള്ള വിരോധത്തോടു കൂടിയോ ഒരു രാഷ്ട്രീയ ഭാവത്തോടു കൂടിയോ ഒന്നുമല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഒരു ക്രിസ്തു ശിഷ്യന് വാസ്തവത്തിൽ എവിടം വരെ ആ സമർപ്പണത്തിൻ്റെ പര്യവസാനം എന്ന് കാട്ടിത്തരുന്ന ഒരു സംഭവം നമ്മുടെയൊക്കെ സമർപ്പണ ജീവിതത്തെയും അതിൻ്റെ മൂല്യത്തെയും ആഴത്തെയും കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഞാൻ അവരോടുള്ള സോളിഡാരിറ്റിയും ആ സോളിഡാരിറ്റി പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരിൽ ഉണ്ടാകേണ്ടതായ ഛേദോവികാരവും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആ 2 സിസ്റ്റേഴ്സിനോടും, പ്രീതി സിസ്റ്ററിനോടും വന്ദനയോടും പറയുകയാണ്, നിങ്ങൾ ഏകരല്ല. വാസ്തവത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ എളിമയോടുകൂടി കൈകൂപ്പുകയാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് വളരെ ഉദ്ദേശശുദ്ധിയോടും മനസാക്ഷിയുടെ പരിശുദ്ധിയോടും അതുപോലെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് എന്താണോ സുവിശേഷം ഒരു സന്യാസ ജീവിതം ആശ്ലേഷിച്ച ഒരാളിൽ നിന്ന് ആഗ്രഹിക്കുന്നോ അതുപോലെ പ്രായമോ ശാരീരിക അസ്വസ്ഥതകൾ പരിഗണിക്കാതെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പിയാണ്. എന്തെന്നാൽ
ഈ ഒരവസ്ഥ ഇന്ന് എനിക്കോ എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ പ്രദേശത്തുള്ള സമർപ്പിതർക്കോ അനുഭവപ്പെടുകയാണെങ്കിൽ എങ്ങനെ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കിത് സ്വീകരിക്കാൻ കഴിയും വ്യക്തിപരമായിട്ടും സമൂഹത്തിനും എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങളോടുകൂടി ഞങ്ങളുണ്ട്. അനീതിപരമായിട്ട് നികൃഷ്ടമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന്, ഈ വിഷമങ്ങളിൽ നിന്ന്, ഈ ക്രൂരതയിൽ നിന്ന്, ഈ പക്ഷപാത മനസ്സിൻ്റെ വർഗീയ ബാധകളിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മോചിതരാകും. പക്ഷേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾ ഒരിക്കലും ഇതിൻ്റെ പേരിൽ നമ്മുടെ സമർപ്പണത്തിൻ്റെ ദൂരം, അതിൻ്റെ ഉയരം, അതിൻ്റെ വ്യാപ്തി ഒരിക്കലും ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നില്ല. കുറച്ചുകൂടി തീക്ഷ്ണമായിട്ട്, കുറച്ചുകൂടി സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സുവിശേഷത്തെ പ്രഘോഷിക്കാനും ജീവിക്കാനും വളർത്താനും തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിൽ ഉയർന്നു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാന്ത്വനവും ഒപ്പം തന്നെ ഉറപ്പുമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് മാത്രം ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു പരമ്പരയായിട്ട് നമ്മുടെ രാജ്യത്ത് കാണുന്നു. മതസ്വാതന്ത്ര്യത്തിന് എതിരായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു, മനുഷ്യ കച്ചവടം നടത്തുന്നു, മതപരിവർത്തനം ചെയ്യുന്നു. പിന്നെ ലോക്കലായിട്ടുള്ള നിയമങ്ങളെയോ അല്ലെങ്കിൽ നിയമപാലകരെയോ ലംഘിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം സർവീസുകൾ ചെയ്യുന്നത് എന്ന് ആരോപിക്കുന്നു. പക്ഷേ ഇതെല്ലാം നുണകളാണ് എന്ന് കോടതിയും മനസ്സാക്ഷിയുള്ള ന്യായാധിപന്മാരും ജനവും സമ്മതിക്കാതിരിക്കുകയില്ല. ഇനി അതിൻ്റെ പേരിൽ ജീവത്യാഗം ചെയ്യാൻ ഇടവന്നാൽ അതിനും അവർ തയ്യാറാണ് എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ സാധിക്കും. ഞാൻ അത്ഭുതപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതം ഒരു ജീവിത സാക്ഷ്യമായിട്ട് എടുത്തവർ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത്? അത് തന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വഴിയും. ചരിത്രത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ ഇതുപോലെയുള്ള കുറ്റാരോപണങ്ങളും ക്രൈസ്തവ ജീവിതത്തെ പീഡിപ്പിക്കലും രക്തസാക്ഷിത്വം വഹിക്കലുമൊക്കെ സാധാരണമാണ്. ക്രൈസ്തവ ജീവിതം എത്രമാത്രം പൊളിറ്റിക്കലിയോ സോഷ്യലിയോ അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടോ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഓരോരോ കാലഘട്ടത്തിൽ ഇതിൻ്റെ മൂല്യവും വിലയും ഇതിനു വേണ്ടി കൊടുക്കേണ്ട ജീവിതാംശവും ഒക്കെ കാണിക്കാനായിട്ട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷേ സത്യത്തിനും നീതിക്കും എതിരായിട്ട് ഒരു സമൂഹത്തിന് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തുകയും നമ്മൾക്ക് ഈ സഹോദരിമാരെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ. അകാരണമായിട്ട് സത്യം തെളിയിക്കേണ്ട ഒരു സാഹചര്യം പോലും കൊടുക്കാതെ വികൃതമായ നികൃഷ്ടമായ ഭീഷണിയുടെ സ്വരം കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുഴുവനും ദേശത്തെ ജനങ്ങളെ മുഴുവനും വളരെയധികം പ്ലാൻ ചെയ്ത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ പരിശ്രമത്തെ നമ്മുടെ ഈ കൂട്ടായ്മ എതിർക്കുകയും തളർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നീതിക്ക് എപ്പോഴും സംരക്ഷണം വേണം, സമാധാനം സ്ഥാപിതമാകണം, സത്യസന്ധത ഭരണാധികാരികളിൽ നിന്നും ന്യായാധിപന്മാരിൽ നിന്നും ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കാനും, ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടയിൽ സഹനത്തിനും
സാഹോദര്യത്തിനും ഐക്യദാർഢ്യത്തിനും ഒപ്പം തന്നെ ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ സഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഡിഗ്നിറ്റി ഉയർത്താൻ വേണ്ടിയിട്ടും എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇനിയും തുടരുകയും ചെയ്യും എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അത് ധീരമായിട്ടുള്ള ഒരു കാൽവയ്പായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ ലിഫ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഡിഗ്നിറ്റി ഓഫ് വുമൺ, ഡിഗ്നിറ്റി ഓഫ് ദ ഇന്നസെൻ്റ് ചിൽഡ്രൻ, ഇതിനു വേണ്ടിയൊക്കെ മരിക്കാനും ജീവിക്കാനും സഹിക്കാനും ഡിഫെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങളോട് പ്രഘോഷിക്കുന്നത്. അപ്പോഴാ കിട്ടിയ സമയം സ്ത്രീകളെ അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ മനുഷ്യൻ്റെ പൂർണ്ണതയെ, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനും നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഇതിന് ഉത്തരവാദിത്വമുള്ളവരോട് ദയവായിട്ട് സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ അകാരണമായിട്ട് സഹിക്കുന്നവരെ അവരുടെ ജീവിത അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഒരു വാക്കാണ് ഏറ്റവും വേദനയായിട്ട് എനിക്ക് റിപ്പോർട്ടിൽ നിന്ന് തോന്നിയത്. ഇന്നാണ് ഞാനത് കേട്ടത്. സിസ്റ്റേഴ്സ്, നിങ്ങളെ കോടതി പുറത്തുവിട്ടാലും ഞങ്ങൾ നിങ്ങളെ വിടുകയില്ല എന്നുള്ളത്. അത് അവരെ എന്നും പിന്തുടരുന്ന ഒരു ഭയാശങ്കയാണ്. അത് അവർക്ക് മാത്രമല്ല, ആരുടെ കാൽ ഇടറുമ്പോഴാണ് എൻ്റെ കാൽ ഇടറാത്തത് എന്ന് ചോദിച്ച വിശുദ്ധ പൗലോസിനെ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം സഹിക്കുമ്പോൾ ആ ബോഡി മുഴുവനുമാണ് സഹിക്കുന്നതെന്ന് ഉള്ള വേദന ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അവരോട് കരുണ കാണിക്കണം, അവരോട് നീതി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.